എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ കൊല്ലപ്പെട്ടു എന്ന് കരുതിയ ഐസന്റെ അസിസ്റ്റന്റ് അവളാണെങ്കിൽ ഇപ്പൊ പാത്രോടെ ടീമിന്റെയും നീക്കങ്ങളെല്ലാം കണ്ട് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഹോലോ വേൾഡില് ഐസന്റെ മാക്ഷൻ കാണിക്കും. അവിടെയാണെങ്കിൽ ഐസന്റെ അസിസ്റ്റന്റിന്റെ ആ ഫേക്ക് രൂപം അവിടെ മരിച്ചു കിടക്കുകയാണ്. ഐസൻ ആണെങ്കിൽ ആ രൂപത്തെ നോക്കി ചിരിക്കും. അതിനുശേഷം എന്തോ ഒരു പവർ അതിലേക്ക് പ്രയോഗിക്കുകയാണ്. സെക്കൻഡുകൾ കൊണ്ട് ആ ഒരു രൂപം അത് അവിടുന്ന് ഇൻവിസിബിൾ ആയി ഐസന്റെ സ്ക്വാഡായി ആ രൂപം മാറുകയാണ്. ഐസൻ ആണെങ്കിൽ ഈ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കും. ഉടനെ അവന്റെ അസിസ്റ്റന്റ് ഗിന്ന് അവനിപ്പോ ഐസനോട് ചോദിക്കും, പാത്രോയും ടീമിനെയും നിനക്ക് നശിപ്പിക്കണമെങ്കിൽ ഇത്രയും വലിയൊരു ഡ്രാമയുടെ ഒക്കെ ആവശ്യമുണ്ടോ? അവരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പവർ ഉപയോഗിച്ച് കൊന്നു തള്ളാനായിട്ട് കഴിയില്ലേ? അതിനവൻ പറയും, എനിക്ക് സത്യത്തിൽ വല്ലാതെ ബോറടിക്കുന്നു. വെറും ഒരു എന്റർടൈൻമെന്റിന് മാത്രമാണ് ഞാൻ ഈ കളി കളിക്കുന്നത്. സോ എനിക്കിതില് വല്ലാത്തൊരു എൻജോയ്മെന്റ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ പാത്രോടെയും ടീമിന്റെയും മൂമെന്റ്സ് അതെല്ലാം അവന്റെ മനക്കണ്ണിൽ അങ്ങനെ കാണുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ഹ്യൂമൻ വേൾഡ് കാണിക്കും. ആ പാത്രമാണെങ്കിൽ അപ്പോഴും അടങ്ങി നിൽക്കാതെ അല്പസമയം കഴിഞ്ഞ് വീണ്ടും ഇപ്പോൾ ഉറഹറയുടെ ഷോപ്പിലേക്ക് വരികയാണ്. അവൻ ആ ഷോപ്പിന്റെ അടുത്ത തന്നെ താമസം ആ ഷോപ്പിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് തകർക്കാനായിട്ട് തുടങ്ങും. അവന്റെ ലക്ഷ്യം അത് ഉറഹറയാണ്. ഉറഹറയെ കിട്ടാത്ത കലിപ്പില് അവൻ അവിടെ മുഴുവൻ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ഈ ശബ്ദമൊക്കെ കേട്ട് കുഞ്ഞിപ്പെണ്ണും കുഞ്ഞിച്ചക്കനും അവർ രണ്ടുപേരും പുറത്തേക്ക് ഓടിയെത്തുകയാണ്. ഉറഹറ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് പോയ ആ ഷോപ്പ് അതിന്റെ പകുതി ഭാഗത്തോളം ആ വില്ലൻ ഹോലോ അവൻ തകർത്ത് കഴിഞ്ഞു. കുഞ്ഞിപ്പെണ്ണിനാണെങ്കിൽ അത് കണ്ട് കൺട്രോൾ പോവും. അവളൊരു ഗണ്ണൊക്കെ എടുത്ത് അവൻ അച്ചറം പൊച്ചറം ഷൂട്ട് ചെയ്യുകയാണ്. അതിൽ കൺട്രോൾ പോയ പാത്രമാണെങ്കിൽ പല്ലൊക്കെ കടിച്ച് ഇപ്പൊ ആ കുഞ്ഞിപ്പെണ്ണിനെ അറ്റാക്ക് ചെയ്യാൻ അവളുടെ അടുത്തേക്ക് നടന്നെടുക്കും. പാത്രമാണെങ്കിൽ ഇപ്പൊ ആ കുഞ്ഞിപ്പെണ്ണിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അത് കണ്ട നമ്മുടെ കുഞ്ഞിപ്പയ്യൻ അവൻ കയ്യിൽ കിട്ടിയ എന്തോന്ന് തൂക്കിയെടുത്ത് പാത്രയെ അറ്റാക്ക് ചെയ്യാൻ അങ്ങനെ ഫ്ലൈ ചെയ്ത് വരും. പക്ഷെ അടുത്ത നിമിഷം പാത്രയെ കവർ ചെയ്ത് അവന്റെ പവർ ക്രിയേറ്റ് ആവും. ആ ഒരു പവറിൽ ചെന്ന് ഇടിച്ച് കുഞ്ഞിപ്പയ്യൻ തെറിച്ച് വീഴാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവരങ്ങനെ നിസ്സഹായരായിട്ട് നിൽക്കുമ്പോഴായിരിക്കും സാക്ഷാൽ നമ്മുടെ റാഞ്ചി അവിടേക്ക് എത്തുക. റാഞ്ചിയെ കണ്ട് ആ പാത്രോ വില്ലൻ അവനൊന്ന് ഷോക്കാവും. അടുത്ത നിമിഷം റാഞ്ചി അവന്റെ ഫുൾ പവർ അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരും. അവന്റെ സീല് ബ്രേക്ക് ചെയ്ത് ബാങ്കായി പവറുമായിട്ട് റാഞ്ചി അങ്ങനെ ടെററായിട്ട് നിൽക്കുകയാണ്. പാത്രോയ്ക്കാണെങ്കിൽ അത് കണ്ട് വിശ്വസിക്കാനാവില്ല. അല്പം മുൻപ് അവന്റെ കയ്യിൽ നിന്ന് അടികെട്ടി നിലത്ത് വീണ അടുത്ത നിമിഷം റാഞ്ചിയും പാത്രോയും അവർ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ പോരാട്ടം ഫൈറ്റ് ചെയ്ത് അവരങ്ങനെ ഒരു ഘട്ടം എത്തുമ്പോൾ ഉറഹറ അവൻ ട്രെയിനിങ് എടുക്കുന്ന ആ ഒരു ബേസിലേക്ക് വരികയാണ്. അവൻ ചുറ്റും നോക്കും. പാത്രോയ്ക്കാണെങ്കിൽ ആ ഒരു ബേസ് കണ്ട് വല്ലാത്തൊരു അത്ഭുതം തോന്നും. മറ്റൊരു ഭാഗത്ത് അവന്റെ അസിസ്റ്റൻസ് അവറ്റകൾ രണ്ടുമാണെങ്കിൽ ഇപ്പോഴും നിർത്താതെ സോൾ റീപ്പേഴ്സുമായിട്ട് മല്ലിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ മൊട്ട സോൾ റീപ്പർ അവനാണെങ്കിൽ അവന്റെ സ്ക്വാഡ് അങ്ങനെ നീട്ടിക്കൊണ്ടുവന്ന് ഒരു ഹോലോയെ നിർത്താതെ അച്ചറം പൊച്ചറ ആഞ്ഞെട്ടിക്കുകയാണ്. ആ ഹോലോയ്ക്കാണെങ്കിൽ ഭയങ്കര പവർ. അത് ഒരു പ്രത്യേകതര ഷീൽഡ് അത് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അത് അതിനെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാണ്. മൊട്ട സോൾ റീപ്പർ ആണെങ്കിൽ അവന്റെ സീലും ബ്രേക്ക് ചെയ്ത് അവന്റെ പവർ ഉപയോഗിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ കുഞ്ഞിപ്പെണ്ണും കുഞ്ഞിച്ചക്കനും അവർ രണ്ടുപേരും ഒരു വിധത്തില് ഉറഹറയെ കണ്ടെത്തി തിരികെ ഷോപ്പിലേക്ക് കൊണ്ടുവരികയാണ്. അവരങ്ങനെ സ്പീഡിൽ വരുന്ന ആ വഴിയിലായിരിക്കും ഐസന്റെ അസിസ്റ്റന്റ് നിൽക്കുന്നത് അവർ കാണുക. അത്രയും പവർഫുൾ ആയ അരങ്കാരനെ കണ്ട് നമ്മുടെ ഉറഹറ അവനൊന്ന് ഞെട്ടും. ഇവൻ ഇവിടേക്ക് വരണമെങ്കിൽ എന്തോ ഒരു കാര്യമുണ്ട്. മാത്രമല്ല ഇപ്പൊ ഫൈറ്റ് ചെയ്യുന്ന അരങ്കാസ് അവർ തീർച്ചയായിട്ടും ഒരു ഡിസ്ട്രക്റ്റീവ് അരങ്കാസ് തന്നെ ആയിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ആ ഒരു പാത്രോ അതാണെങ്കിൽ അതിന്റെ ട്രൂ ഫോമിലേക്ക് വന്ന് റാഞ്ചിയോട് പറയും, എനിക്ക് നിങ്ങളോട് ഫൈറ്റ് ചെയ്ത് വെറുതെ സമയം കളയണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ലായിരുന്നു. എനിക്ക് വേണ്ടത് ഉറഹറയാണ്. അവന്റെ സഹായം ഉണ്ടെങ്കിൽ ഹോളോ വേൾഡിന്റെയും അരങ്കാസിന്റെയും കിങ്ങായി എന്നെ കൊണ്ട് മാറാനായി കഴിയും. കാരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അരങ്കാസിന്റെയും ഹോളോസിന്റെയും കിങ്ങായി മാറേണ്ടത് ഒരു ഹോളോ തന്നെയാണെന്നാണ്. അല്ലാതെ ഒരിക്കലും ഒരു എക്സ് സോൾ റീപ്പർ അല്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും റാഞ്ചി അറ്റാക്ക് ചെയ്യും. അത് കേട്ട് റാഞ്ചി ആണെങ്കിൽ ഷോക്കാവും. അവനാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പോ പാത്രോയെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് ഓടി അടുക്കും. പക്ഷെ അടുത്ത നിമിഷം അൺലിമിറ്റഡ് പവർ അത് റാഞ്ചിക്ക് നേരെ അയച്ച് അവനെ അടിച്ച് താഴെ ഇടുകയാണ് ആ പാത്രോ. ആ വീഴ്ചയിൽ അവന്റെ ബോഡിയിൽ ഒരുപാട് പരിക്കുകൾ പറ്റും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത ആ മോഡ് സോൾസ് അവറ്റകളാണെങ്കിൽ ഇപ്പൊ റാഞ്ചിയുടെ അവസ്ഥ കണ്ട് അങ്ങനെ ടെൻസ്ഡ് ആയിട്ട് നിൽക്കും. അവർക്ക് മനസ്സിലാവും ഈ പാത്രോ ഹോളോയ്ക്ക് ഭയങ്കര പവറാണ്. റാഞ്ചിക്ക് ഒരിക്കലും അവനുമായിട്ട് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് അവനെ തോൽപ്പിക്കാനായി കഴിയില്ല. മോഡ് സോൾസ് ആണെങ്കിൽ റാഞ്ചിയെ സഹായിക്കാനും ആ ഒരു മോൺസ്റ്ററിനെ തകർക്കാനും അവിടേക്ക് ഓടിയെത്തും. പക്ഷെ അടുത്ത നിമിഷം ആ ഹോളോയുടെ രണ്ട് അസിസ്റ്റൻസ് അവറ്റകൾ ഇപ്പോ അവന്റെ അടുത്തേക്ക് വരും. അവറ്റകളാണെങ്കിൽ ആ മെയിൻ ഹോളോ പാത്രയോട് പറയും, ബോസ് നമ്മളെ കൊണ്ട് ഒരിക്കലും ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് ആവില്ല.
ആ സോൾ റിപ്പർ ക്യാപ്റ്റൻസ് അവരെല്ലാവരും അവരുടെ പവർ സീല് അത് തകർത്ത് അവരുടെ ഫുൾ പവർ ഉപയോഗിച്ചാണ് അറ്റാക്ക് ചെയ്യുന്നത്. അത്രയും പവറിൽ നമുക്കൊരിക്കലും പിടിച്ചു നിൽക്കാനാവില്ല. എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് തിരികെ ഓളോ വേൾഡിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അവറ്റകളാണെങ്കിൽ അങ്ങനെ ഇൻവിസിബിൾ ആവും. പക്ഷെ പാത്രമാണെങ്കിൽ അപ്പോഴും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാവില്ല. എന്ത് സംഭവിച്ചാലും ഞാൻ ഇവരെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ച് ഉറഹറയായിട്ട് പോവും, ഉറഹറെ തട്ടിക്കൊണ്ട് പോകുന്നു പറഞ്ഞ് ആളങ്ങനെ വീണ്ടും റാഞ്ചിയായിട്ട് ഫൈറ്റ് ഇടാൻ തയ്യാറായിട്ട് നിൽക്കും. പക്ഷെ അടുത്ത നിമിഷം ആ മോഡ് സോൾസ് അവറ്റകളാണെങ്കിൽ അവരുടെ പവർ ഉപയോഗിച്ച് റാഞ്ചിയുടെ കുറെ ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്യും. ആ ക്ലൗൺസുകളെ ഉപയോഗിച്ച് ഇപ്പൊ ആ ഒരു പാത്രോ വില്ലനെ അച്ചറം പൊച്ചറ അറ്റാക്ക് ചെയ്യാണ്. പാത്രോയ്ക്കാണെങ്കിൽ കാര്യം പിടികിട്ടും റാഞ്ചിയെ മറ്റാരൊക്കെയോ ചേർന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന്. അവന്റെ ബോഡി മുഴുവൻ വെപ്പൻസ് ആക്കി മാറ്റി അച്ചരം പൊച്ചരം കറങ്ങി റാഞ്ചിയുടെ ഓരോ ക്ലൗൺസിനെയും അങ്ങനെ തല്ലി തല്ലി കൊന്നുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് മോഡ് സോൾസ് ആണെങ്കിൽ റാഞ്ചിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. നീ കരുതും പോലെയല്ല, അവന് ഭയങ്കര പവറാണ്. അത്ര എളുപ്പത്തിൽ നിനക്ക് അവൻ ഈസി ആയിട്ട് തോൽപ്പിക്കാനാവില്ല. നിങ്ങളുടെ സഹായം അത് നിനക്ക് ആവശ്യമാണ്. സോ ദയവ് ചെയ്ത് നിന്റെ ഈഗോ മാറ്റിവെച്ച് ഞങ്ങളെ കൂടെ നിന്നോടൊപ്പം ഫൈറ്റ് ചെയ്യാൻ നീ അനുവദിക്കണം. റാഞ്ചിയാണെങ്കിൽ അത് കേൾക്കേണ്ട താമസം കാര്യങ്ങളെല്ലാം ആക്സെപ്റ്റ് ചെയ്ത് അവരെയും കൂടെ ഫൈറ്റിൽ ഉൾക്കൊള്ളാൻ തയ്യാറാവുകയാണ്. അതിനുശേഷം അങ്ങനെ ഒറ്റക്കെട്ടായി ഒരു ടീമായി മാറി ആ ഒരു പാത്രോ വില്ലനെ തകർക്കാനായി അവന്റെ അടുത്തേക്ക് പോകും. ആ ടൈം പീസ് പെണ്ണ് മോഡ്സോള് അവളാണെങ്കിൽ ഹോളോയോട് പറയും, നിന്റെ സ്ക്വാഡിന്റെ പവർ അത് നിനക്ക് കൂടുതലാക്കി അബ്സോർബ് ചെയ്തെടുക്കണമെങ്കിൽ അത് ഒരുപാട് നേരം കുറയിലിടണം. അതെനിക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല നിന്റെ ട്രൂ ഫോമിലേക്ക് വന്നാൽ മാത്രമേ നിനക്ക് നിന്റെ ഫുൾ പവർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റൂ. അവനാണെങ്കിൽ അത് കേട്ട് വലിയൊരു ഷോക്ക്. കാരണം അവനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം. അവനാണെങ്കിൽ രണ്ടാമൊന്നും ചിന്തിക്കാതെ ഇപ്പൊ അവന്റെ ട്രൂ ഫോമിലേക്ക് മാറി സ്ക്വാഡ് എടുത്ത് ഇപ്പൊ ആ കുഞ്ഞിപ്പെണ്ണിന് നേരെ വരും. ടൈം പീസ് പെണ്ണിന് നേരെ അങ്ങനെ ആഞ്ഞടിക്കാനായി പാഞ്ഞടുക്കും. അടുത്ത നിമിഷം മോഡ് സോൾസ് എല്ലാം തന്നെ അവനെ റൗണ്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ആ ഗ്യാപ്പില് റാഞ്ചി അവന്റെ പവർ ഉപയോഗിച്ച് ആ ഒരു ഹോളോയെ പിടിച്ചു വലിച്ച് അവന്റെ പവറിൽ അതിനെ അങ്ങനെ ലോക്ക് ചെയ്തെടുക്കും. അവനെ കൊണ്ടാണെങ്കിൽ പിന്നീട് പുറത്തു പോകാനായിട്ട് കഴിയില്ല. അവനെ സെക്കൻഡുകൾ കൊണ്ട് തകർത്ത് റാഞ്ചി ആണെങ്കിൽ ഇപ്പൊ ആ ഫൈറ്റിൽ വിജയിക്കും. അതിനുശേഷം ഉറഹറയുടെ അടുത്തേക്ക് വരികയാണ്. ഉറഹറയാണെങ്കിൽ അതെല്ലാം കണ്ട് നമ്മുടെ ആൾക്കാരോട് പറയും, ഇതെല്ലാം തന്നെ ഐസന്റെ വെറും ഒരു തമാശ മാത്രമാണ്. അവനൊരിക്കലും ഇതൊന്നും സീരിയസ് ആയിട്ടല്ല ചെയ്യുന്നത്. നമ്മളെ വെറുതെ ഹേർട്ട് ചെയ്യുക, കളിപ്പിക്കുക, അത് കണ്ട് അവൻ ആസ്വദിക്കുക. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നതിന് കഴിഞ്ഞും ചിന്താശേഷിയും കഴിവും പവറും ഒക്കെ ഉള്ള ആളാണ് സാക്ഷാൽ ഐസൻ. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ഐസന്റെ അസിസ്റ്റന്റിനെ കാണിക്കും. അവനാണെങ്കിൽ തിരികെ ആ ഹോലോ വേൾഡിലേക്ക് എത്തിക്കഴിഞ്ഞു. നടന്ന കാര്യങ്ങളും അവൻ അറിഞ്ഞതും കണ്ടതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഐസന്റെ മുൻപിൽ റിപ്പോർട്ട് ചെയ്യാൻ പോവാണ്. ഐസൻ ആണെങ്കിൽ അവനെ കാണുമ്പോൾ തന്നെ ചിരിക്കും. കാരണം അവനെ ഉപയോഗിച്ചും ഐസന് മറ്റൊരു പദ്ധതി അതുണ്ടായിരുന്നു. ഐസന്റെ അസിസ്റ്റന്റ് ഐസനോട് പറയുക മറ്റാരെക്കുറിച്ചോ ആയിരിക്കില്ല, സാക്ഷാൽ ഒറീബയെ കുറിച്ചാണ്. അവളുടെ പവറുകൾ അത് നേരിട്ട് കണ്ടും മനസ്സിലാക്കിയുമാണ് അവൻ തിരികെ എത്തിയിരിക്കുന്നത്. അവൻ ആ കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് ഐസനോട് പറയും. അത് കേൾക്കേണ്ട താമസം ഐസൻ അവന്റെ എക്സ്പെരിമെന്റിന് വേണ്ടി ഒറീബയെ യൂസ് ചെയ്യാൻ അങ്ങനെ മനസ്സിൽ കരുതുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.